ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. കർത്താവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1. മനസ്സമാധാനം ഇല്ലാതാക്കാൻ മനസാക്ഷിയുടെ പ്രവർത്തനം ശക്തമാണ്. സ്വന്തം തെറ്റുകളെപ്പറ്റി ലജ്ജ തോന്നുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ഒരാൾ അതിന് അനുസരണമായി ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുവാൻ കഴിവില്ലാതാകുമ്പോൾ മാനസികമായി ഒരു നരകം സൃഷ്ടിക്കുകയായിരിക്കും. ആദി വ്യാധിയായിത്തീരും. ഈ കാലത്തെ രോഗികളിൽ ഒരു വലിയ സംഖ്യ ഇപ്രകാരം രോഗികളായവരാണ്. പക്ഷവാത രോഗിയെ യേശു സൗഖ്യമാക്കിയപ്പോൾ ആദ്യം പാപം മോചിച്ചിരിക്കുന്നതായി പ്രഖ്യാപിച്ചു. പാപമോചന ബോധ്യം ലഭിച്ച ആൾക്ക് രോഗസൗഖ്യം ലഭിക്കാൻ എളുപ്പമായിരുന്നു. മനസാക്ഷിയെ മുറിപ്പെടുത്തുന്ന പ്രവൃത്തികളുടെ ഓർമ്മകൾ രൂക്ഷമാകുമ്പോൾ മനുഷ്യൻ നിരാശനാകും. ചിലർ ആത്മഹത്യയിലൂടെ വിടുതലിന് ഒരുമ്പെടും. ചിലർ നേർച്ച കാഴ്ചകൾക്കും തീർത്ഥാടനത്തിനും പോകും. പക്ഷേ പിന്നെയും അസംതൃപ്തിയെ അവശേഷിക്കും. യേശുവിന്റെ സാന്നിധ്യം ബുദ്ധിക്കപ്പുറമായ മാർഗത്തിലൂടെ സമാധാനം തരും. ഇത് സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ഉയർത്തെഴുന്നേറ്റ് യേശു ശിഷ്യന്മാരുടെ ഇടയിൽ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ബുദ്ധിപൂർവം സമാധാനം കണ്ടെത്തുവാനുള്ള മാർഗം ഉപദേശിക്കുകയല്ലായിരുന്നു. താൻ അവരോടുകൂടെ ഉണ്ടെങ്കിൽ സമാധാനം ലഭിക്കും എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. യേശുവിന്റെ സാന്നിധ്യത്തിലുള്ള വിശ്വാസത്താൽ നമ്മുടെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടുന്നു. 4 സുവിശേഷ ഗ്രന്ഥങ്ങളിലും യേശുവിന്റെ ഉയർപ്പിനെപ്പറ്റി വിവരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിൽ ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് ചേർന്ന് ശിഷ്യന്മാർ പ്രവർത്തിക്കുന്നു. ലേഖനങ്ങളിൽ നിത്യനും സമകാലീനനുമായ യേശുവിനെപ്പറ്റി ഉപദേശിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ ജീവിക്കുന്ന യേശു ദർശനത്തിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. നാം ഇവയിൽ കൂടി ലഭിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം വിശ്വസിച്ചാൽ പാപഭാരം നീങ്ങി സമാധാനവും സ്വാതന്ത്ര്യവുമുള്ള ജീവിതം നയിക്കുവാൻ പ്രാപ്തരാകും. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം യേശുവിന്റെ അധികാരത്തിന് കീഴിൽ മാത്രമായിരിക്കുന്നു. കർത്താവായ ഈശോയുടെ സമാധാനം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുള്ള കൃപാവരം നമുക്ക് ലഭിക്കട്ടെ. പരിശുദ്ധമ്മ IMS അമ്മ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേ.